അയ്യോ അടിയായി. സൈഡിലൊക്കെ ഇടുന്നു. അപ്പൊ ഡിവൈൻ ഇങ്ങനെ ഇവനെ മൂച്ചേരാൻ വെറുതെ പറഞ്ഞു ഡോണ എന്റെയാന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചു. തോമുന് അടിയായി കരച്ചിലായ അവസാനം അന്ന് ഡിമ്പിള് കരഞ്ഞില്ലേ അതുപോലെ കരച്ചിലായി. അപ്പൊ എന്റെ സൈഡിലോട്ട് നോക്കി കിടക്കപ്പ അമ്മ പോ. ഞാൻ കോട്ടയത്ത് വരെ പോക്കോളാൻ പറഞ്ഞവൻ. എന്റെ അപ്പയാന്ന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. തോമന് സ്കൂളിൽ പോകണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ലേറ്റായി എഴുന്നേക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8:30 ഈ സമയം. 6:30 അലാറം അടിച്ചു. എന്നാൽ പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാം. 7 മണിക്ക് അലാറം അടിച്ചു. എന്നാൽ പിന്നെ 7:15 എണീക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അലാറമേ അടിച്ചില്ല. ഞാനൊരു 8:15 കണ്ണ് തുറന്ന് നോക്കി വേഗം എഴുന്നേറ്റ് ഓടിയിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുമെന്ന് കുറേ ആലോചിച്ചു. അപ്പോഴാണ് ഓൺചാണ്ടിനോട് ചോദിച്ചത്, നൂഡിൽസ് കുറേ ഇരിപ്പില്ല ഇവിടെ, നൂഡിൽസ് ഉണ്ടാക്കൊരു ദിവസം എന്ന് പറഞ്ഞു. നൂഡിൽസ് ഇവിടെ എല്ലാവർക്കും രാവിലെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കില്ല നൂഡിൽസ്, എനിക്ക് രാവിലെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് പണ്ട് മസാല മാഗി ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്കൊന്നും ഞാൻ നൂഡിൽസേ കഴിച്ചിട്ടില്ല. ഒരു ഒന്നര വർഷമായി ഡെലിവറിക്ക് ശേഷം ഞാൻ നൂഡിൽസ് കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ല. ഇപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ല. മറ്റേത് മണം അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു മസാല മാഗി. ഇപ്പം ഞാൻ ഫുള്ളി അവോയ്ഡ് ചെയ്തു. ഇപ്പം ആ ഫ്ലേവർ ഉള്ള നൂഡിൽസേ ഞാനിവിടെ വാങ്ങിക്കണില്ല. ഇന്നിപ്പോൾ വെക്കുമ്പം ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അപ്പയുടെ നൂഡിൽസ് തരുമോ എന്ന് ചോദിക്കുമായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ബെഗ് ചെയ്യും കേട്ടോ, ഇന്നൊരു ദിവസം തരുമോ. പക്ഷെ അവൻ കംപ്ലീറ്റ്ലി നൂഡിൽസിനോട് ബൈ പറഞ്ഞു. അതുകൊണ്ട് കുറച്ചും കൂടെ ഈസിയായി. എനിക്ക് നൂഡിൽസ് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒട്ടും പറ്റണില്ല. ഫ്ലേവറും എനിക്കിഷ്ടമില്ലാണ്ടായി. മോറോവർ ഞാൻ കുറേ അല്ലെങ്കിലും ഞാൻ മോർണിംഗ് കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൂഡിൽസ് ഞാൻ എടുക്കില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നൂഡിൽസ്, ഇഷ്ടമാണ്. എനിക്കും ഞാൻ പറഞ്ഞ പോലെ മസാല മാഗി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പറ്റാണ്ടായതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഇന്ന് എന്താവും എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ലഞ്ചൊക്കെ ഈ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തോമും ഉള്ളതുകൊണ്ട് ചാക്കോച്ചൻ മിണ്ടാണ്ട് തോമിൻ്റെ കൂടെ നടക്കുമായിരിക്കും. ഇന്നലെ പറഞ്ഞ പോലെ ചാക്കോച്ചനൊരു ചെറിയൊരു അപകടം വരുത്തി. ഞാൻ ഇന്നലെ രാത്രി സോസേജ് കറിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക്. അപ്പോൾ സോസേജ് വറുത്ത സോസ് പാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ചാക്കോച്ചനൊക്കെ കയറി പിടിച്ചു. നല്ല ചൂട് ചട്ടിയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ കയറി കൈ പിടിച്ച് മാറ്റി വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ നോക്കുമ്പോൾ അറിയാം എന്താ സംഭവം എന്നുള്ളത്. ഒന്നും പറയണ്ട, പിള്ളേർ നമ്മൾ കണ്ണ് തെറ്റിയാലുള്ള ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി നമ്മുടെ ഓരോ പരിപാടികൾ കാണാം കേട്ടോ. ഇന്ന് അലക്കണ ദിവസമാണ്. ഒക്കെ ഈ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്. ഒരു 32 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയാവും. വലിയ അലമ്പൊന്നുമില്ല. അവിടെ ഒന്നും തുടയ്ക്കണില്ല. നൂഡിൽസ് എടുക്കാം. നൂഡിൽസ് ഫുള്ളിരിക്കുക. നോക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ നോക്കൂ. ഷോ യുവർ കാർ. ഗുഡ് മോർണിംഗ്. സ്റ്റെപ്പങ്ങാണോ? ആ, അപ്പം വന്നു. ഹായ്. അമ്മേ, അമ്മച്ചിയെ. ഓ അമ്മച്ചിയെ ചാച്ചാ, ഡാഡിക്ക് ഗുഡ് മോർണിംഗ് വന്നിട്ട് പോയോ? ഞാൻ അപ്പം ഇറങ്ങിട്ടെ. ഇതെന്താ പിതാവോ തൊട്ട് കുമ്പളെ ഷെയ്ക്കാനും എടുക്ക. കണ്ടാ ഡാഡിനെ? കണ്ടാ? തനിക്ക് തോന്നുന്നത് അവിടെ ചൂടാണ്. ഡാഡി, യു ഹാവിങ് നൂഡിൽസ്? ഓ, ഓൺലി ആക്ഷൻ. ഡോൺ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു കാര്യം ചോദിക്കട്ടെ? ഉത്തരം പറയണം. പറയോ? പറയണ്ട.
ഉത്തരം പറയും, അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. മമ്മി എങ്ങനെയാ വിളിക്കുക ചാക്കോ? ഇത് അപ്പത്ത് നോക്ക്. ഓടുന്ന കാണിക്കാൻ വിളിച്ചാണോ? അവൻ കട്ടപ്പുറത്ത് നോക്കും, അവൻ കട്ടപ്പുറത്തു നിന്ന് ഇറക്കും. ഇത് വഴക്കുണ്ടാക്കുക എന്നെ. മമ്മിയുടെ പൊന്നാരാ? ഞാനാ. മമ്മിയുടെ പൊന്നാരാ? എൻ്റെ മമ്മിയാ. അത് ഇതെൻ്റെ മമ്മിയാ. എൻ്റെ മമ്മി, എൻ്റെ മമ്മിയാ. നീ പൊക്കോ. എൻ്റെ മമ്മിയാ, എൻ്റെ മമ്മി, എൻ്റെ മമ്മി, എൻ്റെ മമ്മി. എൻ്റെ മമ്മിയാ. നീ പോടാ, നീ വീട്ടിൽ പോടാ, ഈ വീട്ടിൽ നിന്ന് പോടാ. എൻ്റെ മമ്മി, എൻ്റെ മമ്മി. മാറ്. എൻ്റെ മമ്മി പോ. എൻ്റെ മമ്മി, ഇതെൻ്റെ മമ്മി, ഇതെൻ്റെ മമ്മി, എൻ്റെ മമ്മി. പോ, ഗോവേ. അമ്മാമ്മയുടെ പൊന്നെവിടെ? അയ്യോ വീഴും 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 വീഴും. അയ്യോ അയ്യോ മോനെ അത് അപകടമാണ്. എന്റെ മോന് ഇഷ്ടം കൊണ്ട് കറക്കിയതാ. മനസ്സിലായില്ലേ കറക്കിയത്? ചാക്കോച്ചാ നോ വേണ്ടപ്പാ. എൻ്റെ മമ്മി, എൻ്റെ മമ്മി, വേറെ ഇതില്ല. എൻ്റെ മമ്മിയാ, എൻ്റെ മമ്മിയാ. അമ്മാമ്മയുടെ പൊന്നെവിടെ? എന്ത്? ഇഫ് യു ഹാപ്പി. If you are happy, എന്താടാ? Clap your hands. Clap, clap. ചാക്കോ തോമു അല്ലേ ഇത്? തോമു അമ്മാമ്മയും ഫ്ലൂറസന്റ് പോവാ. ബിസ്മിയില പോണേ? അയ്യേ തോമുനെ ഫസ്റ്റ് സ്കൂളിലാക്കാൻ പോവാ. ഞാൻ ബാക്കിലായിരിക്കുന്നു. നീ ഡാഡിയിലൂടെ ഇരുന്നോ, നീ ഡാഡിയിലൂടെ ഇരുന്നോ ഫ്രണ്ടില്. സേ ഹായ്. എവിടെ പോവാ? ബിസ്മിയിലോ? നമ്മള് ബിസ്മിയിലല്ല പോണത്, തോമുന്റെ പുതിയ ഡേ കെയറിൽ പോവാ. പുതിയ ഡേ കെയറിൽ പോവാ. തോമുനെ ഇനി സൺഡേ ആൻഡ് സാറ്റർഡേ അവിടെ ആക്കുക. കുറുമ്പല്ലേ? ഫോൺ നോക്കണേ. ഒന്ന് ഒതുങ്ങിയതായിരുന്നു, പിന്നെ ഫോണിലായത് കൊണ്ട് നമുക്ക് തോമുനെ ഒരു സ്കൂളിലാക്കാം. ഓക്കെ കേട്ടോ തോമു? കേട്ടോ? എല്ലാരും തോമുനെ ഒരു ടാറ്റ ബൈ ബൈ പറയണം കേട്ടോ. തോമു പുതിയ സ്കൂളിൽ പോവാണ്. ബാഗൊക്കെ നമുക്ക് അവര് കൊടുക്കും. എല്ലാം ഒരു പാക്കേജ് ആണ്. ഫുൾ ഫുഡ് എല്ലാം അവര് കൊടുക്കും. ആ ചോറും കറിയും. മീൻകറി ഉണ്ട്, ചിക്കൻ ഇല്ല. ആണോ തോമു? മമ്മി പാവാണോ തോമു? തോമു മമ്മി പാവാണോ? മമ്മീനെ ഇഷ്ടാണോ? അതെന്താ? ഡാഡി പാവാണോ? ഡാഡി പാവാണ്. ഡാഡിനെ ഇഷ്ടാണോ? അല്ല, പാവാണ് രണ്ടുപേരും. ഓച്ചു പാവാണോ? ആ പാവല്ല, അവള് പാവല്ല. ഓച്ചിനെ ഇഷ്ടാണോ? ആ പാച്ചുവിന് ഇഷ്ടാണോ? ഓ അതിന് ഇച്ചിരി എനർജി കൂടിയ എസ് ആണ്. ചാക്കോച്ചന് ഇഷ്ടാണോ? അപ്പേനെ ഇഷ്ടാണോ? ഡോണോ അമ്മേനെ ഇഷ്ടാണോ? അമ്മമ്മയുടെ മോനാണ്. അയ്യോ അടിയായി. സൈഡിലൊക്കെ ഇടുന്നു. അപ്പൊ ഡിവൈൻ ഇങ്ങനെ ഇവനെ മൂച്ചേരാൻ വെറുതെ പറഞ്ഞു ഡോണ എന്റെയാന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചു. തോമുന് അടിയായി കരച്ചിലായ അവസാനം അന്ന് ഡിമ്പിള് കരഞ്ഞില്ലേ? അതുപോലെ കരച്ചിലായി. അപ്പൊ എന്റെ സൈഡിലോട്ട് നോക്കി കിടക്കപ്പ. അമ്മ പോ, ഞാൻ കോട്ടയത്ത് വരെ പൊക്കോളാൻ പറഞ്ഞവൻ. എന്റെ മോനാണ് ഡോൺ. മനസ്സിലായാ? ഓക്കെ എന്നാ എന്റെ മോനാ. എന്റെ അപ്പയാന്ന് പറഞ്ഞു. മമ്മിയുടെ മോനാണെങ്കിൽ തോമുന്റെ അപ്പയാണ് അല്ലേ? അല്ലേ? ഡാഡിയോ?
ഡാഡി പാവല്ലേ തോമോ? ഡാഡി പാവല്ലേ? എന്താ തോമു? തോമു സ്കൂളിൽ പോവാണ് കേട്ടോ. ഗുഡ് ബൈ ആയിട്ടിരിക്കണേ എല്ലാരും. മമ്മി ഇനി കുറച്ചുകൂടെ കഴിയോ? ഒറ്റയ്ക്കല്ലേ? സ്റ്റെപ്പ് വേണ്ട, മറ്റേ ലിഫ്റ്റ് ഉണ്ടല്ലോ. ശരിയാടോ. നോ ഇതറിഞ്ഞത് 2-3 പേരെ ഞാൻ കൊണ്ടുവന്നേനെ. വണ്ടിയുടെ മാത്രാണെങ്കിൽ ഡോൺ ചേട്ടനെ കൊല്ലു ഞാൻ. ഡോൺ ചേട്ടന് ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒരു കാറ് വാങ്ങിച്ചു തന്നാലോ? കാറ് വേണോ ബൈക്ക് വേണോ? മമ്മി മമ്മി ഇതാണ് കിയ. നിങ്ങൾക്കറിയില്ലല്ലോ. ആ നോക്ക്, പോയി നോക്കണം. നോക്ക് മമ്മി ചോദിച്ചു നോക്കണേ. അത് ടൊയോട്ടോയാണോ? അതോ അതേതാ വണ്ടി? ഏതാ വേണ്ടേ നമുക്ക്? ഏതാ വാങ്ങിക്കണ്ടേ? കിയ മതിയാ? അവന് കിയ ഇഷ്ടം. ഡബിൾ കിയ വേണ്ടല്ലോ. നോക്ക്, ഈ കളറ് നമുക്ക് രണ്ടുപേർക്കും ചേരും. തോമന് ഏത് ബൈക്കാ വേണ്ടേ? തോമു ഏത് ബൈക്കാ വേണ്ടേ? ഇത് വേണോ ഇത് വേണോ? ഇതേതാ വണ്ടി? എത്ര വയസ്സിലെ? 18 വയസ്സാകുമ്പോ കിട്ടൂട്ടോ. എന്തോരം ചെറിയ ആഗ്രഹം കുട്ടിക്ക്. ആ ബൈക്ക് മതിയെന്ന്. എടാ റോയല് മതിയടാ, റോയല്. തോമു ഇതായാലോ? ആ തോമു ഇതേതാ? തോമു ഇതേത് വണ്ടിയാ? ബൈക്കിന്റെ പേരോ? കാറിനെ കുറിച്ച് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കുട്ടി പറയും. സ്വന്തം ഭർത്താവിനെ ട്രോളുന്ന ഭാര്യ. ഇതിനൊക്കെ എത്രയാണോ അല്ലേ? ഇത് നന്നായിട്ടുണ്ട്, നല്ല ടോപ്പിങ്. ഇരിക്ക് നോക്കട്ടെ, ഇരുന്നേ. ആ വായോ, ആ കണ്ണാടിയുടെ അവിടെ നിന്നോ. ആ വായോ. കിട്ടി. അമ്മ കാണിക്കാം, ലാസ്റ്റ് കാണിക്കാം. സംരക്ഷിക്കണോ? ആരോഗ്യം സംരക്ഷിക്കുക, ജീവിതം ആസ്വദിക്കൂ. ഡാഡിക്ക് ആസ്വദിക്കണോ? വേണ്ട, നമ്മൾ 2 ദിവസം ഉപയോഗിക്കും. വിശ്വ വേണ്ട. ചപ്പാത്തി മേക്ക് നമ്മുടെ പിള്ളേരില്ലേ. ആ എടുത്തു. ചിരിച്ചിരിക്കട്ടോ. ആ നാളത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി, യൂട്യൂബിൽ കാണാം ചിരിച്ചിരിക്കുന്നത് കാണാം. ഇതോ പവർ സേവിയർ, സ്പൈക്ക് പ്രൊട്ടക്ടർ. ആ പിന്നെ എവിടെയാ കുത്ത? ഇതിനകത്തൊരു മൈക്രോചിപ്പ് സെൻസർ ഉണ്ട്, ഇലക്ട്രിക് ലൈൻ സെൻസർ. ഈ സെൻസർ ഉപയോഗിച്ച് മോട്ടർ വഴി വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്കൊന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു ഡെമോ കാണിക്കാം. നമ്മൾ ഇതിൻ്റെ 2 ട്യൂബ് വർക്ക് ചെയ്യുന്ന റീഡിങ് അവിടെ കാണിക്കുന്നു. 7 ആംപിയർ. സ്മാർട്ട് ക്ലീനർ.
വേണ്ടടാ, വീട്ടിൽ സോളാറുണ്ട്. ജംഗിൾ സ്റ്റോറീസ്, സ്പൈഡർ ബുക്ക്, കുറേ സംഭവങ്ങളുണ്ട്. എലൈറ്റ് ബുക്സിൻ്റെ സ്റ്റോപ്പാണ് കേട്ടോ. ഓ, വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഈച്ച് ബുക്ക് 150 സ്പെഷ്യൽ ഓഫർ. ഐ ഡോണ്ട് ലവ് യു എനിമോർ. 250. ഓക്കെ. ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്, ദ ആർട്ട് ഓഫ് ബീയിങ് അലോൺ. ഇതെനിക്ക് നല്ലതായിരിക്കും. യു ഡീപ്പർ 5 ഈ ബുക്സ് വായിക്കാനൊക്കെ ഒരു ആഗ്രഹമാണ്. വൺസ് മാസ്റ്റർ ഇമോഷൻസ്. നമ്മയോ വേണ്ട, ഞാനില്ല കേട്ടാ. കണ്ടിട്ട് വേണോ എരിവുള്ളത്? പനകൽക്കണ്ടോ? അല്ല, പനങ്ങല്ല, മറ്റേ ശർക്കര. മമ്മി ചുക്കാപ്പിടുന്നതാണല്ലേ? ആ വരും, അപ്പുറത്തെ സൈഡാണ്, നമുക്ക് നോക്കാം. രാജസ്ഥാനി ഹോം മെയ്ഡ് പിക്കിൾസ്. അപ്പ വാങ്ങിച്ചു തരും തോമോ? മറിയ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അത് മതി. നോക്കട്ടെ. ആ, കൊറേ കോയിൻ ഉണ്ടല്ലോ. ഇത് ധാരാ വാങ്ങിച്ചെന്നേ? ചാരി നിന്ന് ചെലവിയാൽ മതി. നെല്ലിക്ക കാന്താരി. സിഗരറ്റ് വേണ്ട, ഞാൻ ചുമ്മാ നോക്കിയതാ. സ്കൈ വാക്കിൽ കയറാൻ പോകണം. സ്കൈ വാക്ക് ഇതുവരെ തൃശ്ശൂർ സ്കൈ വാക്കിൽ ഞങ്ങൾ കയറിയിട്ടില്ല. തുമ്മ ലിഫ്റ്റിൽ പോവാ. തൃശ്ശൂർ സ്കൈ വാക്ക്. മഴ പെയ്യണ്ടോ തോമോ? ടോമോ എവിടെയാ പോണേ? സ്കൈ വാക്ക്. സ്കൈ വാക്ക്. യാ, കറക്റ്റ്. ഗുഡ് ബോയ്. ഇഷ്ടായോ? യാ, മേലത്തെ പോണ്ടല്ലേ. We have reached first floor. ഇറങ്ങി അപ്പയുടെ കൈ പിടിച്ചാൽ മതി ട്ടാ. മുറ്റത്തെ മുല്ലേക്ക് മണയില്ലെന്ന് പറയുന്ന പോലെ. ആ, ഫുൾ എസിയാ. രാത്രി ക്ലോസ് ചെയ്യും. കാലം പോയി പോകും. ചൂടുള്ള സമയത്ത് ദാസ് കോണ്ടിനെന്റൽ. വെള്ളോ?
വെള്ളം തോം ഇഷ്ടായോ? നൈസാണോ? ഇത് സ്കൈ വോക്ക് ഇഷ്ടായോ? വേസ്റ്റ് താഴെ ഇടാൻ പാടില്ല കേട്ടോ. അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. യാ കണ്ട സ്കൈ വോക്ക്? ഇസ് ഇറ്റ് നൈസ്? യാ അതാണ് സ്കൈ വാക്കിന്റെ സ്പെഷ്യാലിറ്റി. ഡിവൈൻ്റെ കടയോ? അപ്പൊ പൊട്ടിച്ചേരും, അപ്പൊ പൊട്ടിച്ചേരും. ഇതാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം സ്കൈ വാക്ക്. കോട്ടയത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് ചോദിച്ചിനായിട്ട്. കോട്ടയത്താണ് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും ഒരു അത് ആക്രിയായിട്ട് മാറി. എന്തിട്ടാ? ഓ ഞാൻ ഇതുവരെ അതിൻ്റെ അകത്ത് പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. നിങ്ങൾ എന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ. എയർ കർട്ടൻ്റെ അടിയിൽ നിൽക്കരുത്. എൻ്റെ ചേച്ചിയും ചേട്ടനും നിൽക്കണോ? ഇല്ല, എൻ്റെ സ്വന്തം തറവാട്. നാളെ സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ കൂർക്കുണ്ടല്ലോ ആ ചേച്ചി, അതിൻ്റെ ഓണർ. മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴി. റൂമു ഇഷ്ടായോ സ്കൈ വാക്ക്? കൊള്ളാം അല്ലേ? നമ്മുടെ ടോളോ? ഓ ടോളിലായിരിക്കണം അല്ലേ? ടോളായിട്ടേ ഇരിക്കണം അല്ലേ? ഈ ഷോ ചേട്ടനെ മറിച്ചിട്ടായിക്കോട്ടോ. റൂമോ അപ്പയോട് പറ, ഉള്ള മിഠായിയൊക്കെ തിന്നടാ നീ. ഒരാഴ്ച കഴിക്കാതിരുന്നാൽ പിന്നെ 2 ആഴ്ച കഴിക്കും അടുപ്പിച്ച്. ശക്തൻ ബസ് സ്റ്റാൻഡ്. ഇനി ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ. അപ്പയോട് പറ ഒക്കോ നീ എൻ്റെ അടുത്തൊന്നും. ഇതെവിടെയാ? യോ തോമിന്റെ മുഖത്ത് 100ന്റെ ബൾബ് കത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹൊറിബിൾ. ഇഷ്ടായോ? ഇതാണോ തോമ ഉദ്ദേശിച്ച സാധനം? സൈഡിൽ കൂടെ കഴിക്കുന്ന റീമോൾ മാമിനെ വിളിക്കണോ ഫുള്ളായിട്ട് കഴിക്കാൻ? ചാക്കോച്ചൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. തോമു എവിടെ, അമ്മ എവിടെ, അപ്പ എവിടെ എന്നൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും. അവര് പെരുന്നാളിന്റെ ലൈറ്റ് ഇതൊരു ഊരിയില്ലെന്ന് തോന്നുന്നല്ലേ? എന്താവോ എന്തോ. അക്കീനെ പൊങ്കാലിട്ടോ ആവോ അവൻ. അക്കീനെ ഇവിടെ ഊരി. എന്താണാവോ റിയാക്ഷൻ? അതേ ഇരിക്കണു കട. ഹലോ, ആരാ നിങ്ങളൊക്കെ? അത് വരട്ടെ. അപ്പോൾ ഇന്നൊരു ദിവസം കംപ്ലീറ്റ് ആയി. 100 പരിപാടി നടക്കാത്തൊരു ദിവസമാണ്. എൻ്റെ പ്ലാൻ ചെയ്ത പോലെ ബ്രേക്ക്ഫാസ്റ്റോ കൃത്യത്തിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ലഞ്ച് നമ്മളിന്ന് പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. ആകെ കുറച്ച് ക്ലീനിങ്ങും ഒതുക്കലും മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് 1:15 സമയം. ഞാൻ ഇപ്പോഴാണ് ഒന്ന് കുളിച്ച് തക്ക സമയത്തിന് ചൂടുവെള്ളം കിട്ടിയില്ല.
പച്ച വെള്ളത്തിൽ കുളിച്ചിട്ട് വന്നു. ഇന്ന് ഈ പറഞ്ഞ പോലെ നെസ്റ്റോല് പോക്കും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ സൺഡേ ആണ്, പള്ളിയിൽ പോകണം, മാർക്കറ്റിൽ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ നല്ല കുളിച്ച് ഫ്രഷായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കാൻ പോവാണ്. ഡോൺ ചേട്ടനും പിള്ളേരൊക്കെ ഓൾറെഡി 2 ഉറക്കം കഴിഞ്ഞു. ഞാനും ഡാഡിയും സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു. ഞാനപ്പോൾ ഭിത്തിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ നോർമൽ എന്നല്ല സ്ലീപ്പിംഗ് ഡ്രസ്സിലേക്ക് എത്തിയേക്കാണ്. ഞാൻ അതുകൊണ്ടാണ് അധികം താഴോട്ട് ആക്കാത്തത്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു എന്ന് പറയുന്നതിനേക്കാളും സ്ലീവ്ലെസ് ആണ്. അത് അത്ര ഓക്വേർഡ് ഡ്രസ്സൊന്നും അല്ലല്ലോ. പിന്നെ നമ്മുടെ പ്രൈവസിയാണല്ലോ രാത്രി. ഇനിയിപ്പോൾ അതെന്തിനാ വന്ന് കാണിച്ചതെന്ന് ചിലർ ചോദിക്കുമായിരിക്കും. പക്ഷെ ബാക്കി കുറേ പേര് എനിക്ക് കൂട്ടുണ്ട്. ആ കൂട്ടിൽ അണിചേർന്നങ്ങ് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനത്തെ ലോങ് വീഡിയോയും ഓൺ വോയിസ് വീഡിയോയും ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് വരിക. മുന്നോട്ട് ഞാനല്ലേ വരണ്ടല്ലേ, സോറി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. സൺഡേ വ്ളോഗ് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. നാളെ നേരത്തെ എഴുന്നേറ്റ് ആദ്യത്തെ കുർബാനയ്ക്ക് പോകണമെന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം. ഉറങ്ങിപ്പോയാൽ ഇതൊന്നും നടക്കില്ല. പിന്നെ വൈകുന്നേരത്തേനെ പറ്റുള്ളൂ. എനിവേ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഞാനെന്നാൽ കുളിച്ച് കറക്റ്റ് സമയത്ത് ചൂടുവെള്ളം വന്നില്ല, അതൊരു വലിയൊരു അടിയായിപ്പോയി. അത് ഡോൺ ചേട്ടൻ എന്നൊരു ഫംഗ്ഷന് പോയിട്ട് വന്നിട്ട് ഇട്ടിരിക്കുന്ന ഷർട്ടാണ് കേട്ടോ. അതിന് 2 പ്രാവശ്യം ഇട്ടിട്ട് ഡോൺ ചേട്ടൻ അലക്കാനിടും. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.